വി ഡി സതീശൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നു. സെയ്ഫ്, ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണ്? അതാണ് അതിനകത്തൊരു കൗതുകമായിട്ട് തോന്നിയത് അജിംസ്. അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ടതാണ്, പക്ഷേ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരേണ്ടതില്ല, അങ്ങോട്ട് പോയി കാണാം എന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം തിരുവനന്തപുരത്ത് AR ക്യാമ്പിൻ്റെ അടുത്തൊരു പാണക്കാട് ഹാളുണ്ട് നന്ദാവനത്ത്, അവിടെ ആണ് ശിഹാബ് തങ്ങൾ ഉള്ളത്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് അല്പസമയം മുമ്പ് വി ഡി സതീശൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഈ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ലീഗിന്റെ ക്ലെയിമുകൾ ഒരുപക്ഷെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ തള്ളിക്കളയണ്ട, അങ്ങനെ ഉപേക്ഷി ചർച്ച പോലെ വേണമെങ്കിൽ നമുക്ക് ഈ കൂടിക്കാഴ്ചയെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് തോന്നുന്നു. അത് ഇവിടെ വെച്ച് തന്നെ വേണം എന്നില്ലല്ലോ, ചർച്ച ഇവിടെ വെച്ച് തന്നെ വേണം എന്നില്ലല്ലോ. അവിടെ വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കാം എന്നാണ് വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം വിളിച്ചത് പാണക്കാട് തങ്ങളെയാണ്. അതിനുശേഷം നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ രാത്രിയാണ് പാണക്കാട് തങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെയാണ് വി ഡി സതീശൻ എത്തിച്ചേർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളത് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമാണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഈ മന്ത്രിമാരുടെ എണ്ണത്തിന്റെ കാര്യം, വകുപ്പുകളുടെ കാര്യം, ഇതിനകത്തെ ഒരു പ്രാഥമിക ചർച്ച ഇന്നത്തോടുകൂടി ഉണ്ടാകും. ലീഗുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അവർക്ക് 5 മന്ത്രിസ്ഥാനം, ഞങ്ങൾക്ക് തർക്കങ്ങളില്ലാതെ 5 മന്ത്രിസ്ഥാനം കിട്ടുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അങ്ങനെ തർക്കങ്ങളില്ലാതെ 5 മന്ത്രിസ്ഥാനം അവർക്ക് ഉണ്ടാകും. പിന്നീടുള്ളത് വകുപ്പുകളുടെ കാര്യമാണ്. വകുപ്പുകൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ വ്യവസായം, IT അവർക്ക് ഉണ്ടാകും, വിദ്യാഭ്യാസം ഉണ്ട്, പൊതുമരാമത്ത് ഉണ്ടാകും, നഗരാസൂത്രണം ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞ തവണ കൈയാളിയിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് MK മുനീറായിരുന്നു. ഇത്തവണ ആ വകുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവർ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ലീഗിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷവും എല്ലാം കേട്ടത് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. അങ്ങനെ ഒരു ക്ലെയിമിലേക്ക് ലീഗ് ഇതുവരെ പോയിട്ടില്ല. ഇന്നിപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച വല്ല ക്ലെയിം മുന്നോട്ട് വെക്കുമോ എന്ന് നമുക്ക് അറിയത്തുമില്ല. എന്തായാലും അങ്ങനെ ഒരു മുന്നണിക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരികയും ഏകദേശം ധാരണ ഉണ്ടാവുകയും ചെയ്യും എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അല്പസമയം തന്നെ, ഇവിടുന്ന് അധിക ദൂരമില്ല, പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് 2-3 മിനിറ്റിനുള്ളിൽ അദ്ദേഹം സതീശൻ ഇപ്പോൾ പാണക്കാട് കാണാൻ വേണ്ടി പാണക്കാട് ഹാളിൽ എത്തിയിട്ടുണ്ട്. അവിടെ ET മുഹമ്മദ് ബഷീർ, MK മുനീർ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരെല്ലാം ഉണ്ട്.